അഭിലാഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പാലം എപ്പോഴേക്ക് പൂർത്തിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പാടില്ല, ഓരോരുത്തരായി ഒരുപാട് ഇതിപ്പോ ഒരു തിക്കും തിരക്കും ഉണ്ടാവുന്ന സാഹചര്യമാണ്. ഞങ്ങൾ ഈ പാലത്തിന് താഴെയാണ്. ഇതൊരു താൽക്കാലിക പാലം മാത്രമാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ബെയിലി പാലത്തിന്റെ എതിർവശത്തുള്ള താൽക്കാലിക പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോവുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പാലത്തിന് മുകളിലാണുള്ളത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ പാലത്തിന് മുകളിൽ ഉണ്ട്. ഇവിടുത്തെ മറ്റ് നേതാക്കൾ ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ, കെ സി വേണുഗോപാൽ അടക്കമുള്ളവരുണ്ട്. രാഹുൽ ഗാന്ധി മുന്നോട്ട് നീങ്ങുകയാണ്. രാഹുൽ ഗാന്ധിയും സംഘവും ഇപ്പോ അപ്പുറത്തേക്ക് ഈ താൽക്കാലിക പാലത്തിലൂടെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്നു. ഇനി ദുരന്ത ഭൂമിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പൂർണ്ണമായും വ്യക്തതയില്ല. എന്തായാലും ചൂരൽമലയിൽ രാഹുൽ ഗാന്ധിയും സംഘവും എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അപ്പുറത്തെ വശത്ത്, അതായത് ഈ ബെയിലി പാലത്തിന്റെ അപ്പുറത്തെ എൻഡിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന റോഡിലേക്ക് രാഹുൽ ഗാന്ധി പ്രവേശിച്ചിരിക്കുകയാണ്. മുണ്ടക്കൈയിലാണ് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത്. മുണ്ടക്കൈയിലേക്ക് രാഹുലും സംഘവും പോകുന്നുണ്ടോ അത് ഇപ്പോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. MP-മാർ അദ്ദേഹത്തിന് കൂടിയുണ്ട്. NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കമുള്ള MP-മാർ, MLA-മാർ, ടി സിദ്ദിഖ് അടക്കമുള്ള MLA-മാർ, ഷംസുദ്ദീൻ അടക്കമുള്ള MLA-മാർ, അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ, അങ്ങനെ ഇപ്പോ ഒരു വലിയ സംഘം തന്നെ അപ്പുറത്തുണ്ട്. രാഹുൽ ഗാന്ധി മറുവശത്ത് ഇപ്പോ ദുരന്ത ഭൂമി സന്ദർശിക്കുകയാണ്. ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ കാണുകയാണ്. ഞങ്ങള് ഈ നദിയുടെ തൊട്ട് താഴെയാണുള്ളത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ പാലം കടന്ന് അപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വയനാട് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ തവണ വയനാട് ഒഴിയാൻ തീരുമാനിച്ചെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ അദ്ദേഹം അടുത്ത ഞങ്ങൾക്കൊരു കുടുംബത്തെ പോലെ എന്നാണ് വയനാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയാറ്. സ്വാഭാവികമായും വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി എത്തുക എന്നുള്ളത് അത് സാധാരണമായി ഗാന്ധിയാണ്. അദ്ദേഹം അടുത്ത ഞങ്ങൾക്കിത് കുടുംബത്തെ പോലെ എന്നാണ് വയനാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയാറ്. സ്വാഭാവികമായും വയനാട്ടിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി എത്തുക എന്നുള്ളത് അത് സാധാരണമായി സംഭവിക്കുന്ന കാര്യമാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ദുരന്ത ഭൂമി സന്ദർശിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ടി സിദ്ദിഖ് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ടി സിദ്ദിഖ് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ MP-മാർ, MLA-മാർ, അങ്ങനെ വലിയ ഒരു സന്നാഹം കൂടിയുണ്ട്. ഇതേ പാലത്തിലൂടെ രാഹുൽ ഗാന്ധി തിരികെ വരികയും ചെയ്യും. ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം. രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലത്തിലെ ചൂരൽമല എന്ന പ്രദേശം ഏറെക്കുറെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായ അവസ്ഥയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് ഇവിടെ സംഭവിച്ച ദുരന്തത്തിന്റെ ആഘാതം, ഇവിടെ സംഭവിച്ച ദുരന്തത്തിന്റെ ദയനീയത രാഹുൽ ഗാന്ധി നേരിട്ട് കാണുകയാണ്. സ്ഥലം MLA ടി സിദ്ദിഖ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. MP-മാർ, MLA-മാർ, അങ്ങനെ വലിയൊരു സംഘം ഉണ്ട്. പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാടിൽ മത്സരിക്കാനിരിക്കുന്ന ആൾ കൂടിയാണ്. അവർ താൽക്കാലിക പാലത്തിലൂടെ അപ്പുറത്തെത്തിയതിനു ശേഷം താൽക്കാലിക പാലത്തിലൂടെ രാഹുലും പ്രിയങ്കയും അടങ്ങുന്ന സംഘം തിരികെ വരികയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂരൽമലയിൽ എത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി തിരികെ വരുന്നു. അദ്ദേഹം മുണ്ടക്കൈയിലേക്ക് പോകുന്നില്ല. രാഹുൽ ഗാന്ധിക്കൊപ്പം എല്ലാവരും കൂടി പാലത്തിൽ കയറുന്നത് ഒഴിവാക്കണമെന്ന് സൈനികരും പോലീസും ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ഇവന്റ് എന്നുള്ളതിൽ ഉപരി ആ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചൂരൽമല സന്ദർശിച്ചതിന് ശേഷം മടങ്ങുകയാണ്. സൈന്യവും അദ്ദേഹത്തെ ബ്രീഫ് ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ, ബെയിലി പാലത്തിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സൈന്യവും ബ്രീഫിംഗ് നൽകുന്നുണ്ട്. കൽപ്പറ്റ MLA ടി സിദ്ദിഖ് കൂടെയുണ്ട്. രാഹുൽ ഗാന്ധി ഈ താൽക്കാലിക പാലത്തിൽ നിന്നുകൊണ്ട് ഈ ദുരന്തത്തിന്റെ രൂക്ഷത എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. ചൂരൽമലയിൽ എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് കാണുകയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇപ്പോൾ ഈ താൽക്കാലിക പാലത്തിന് മുകളിലാണ് ഉള്ളത്. സൈന്യം അദ്ദേഹത്തിന് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാണ്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈന്യം ബ്രീഫ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രമുഖരായ നേതാക്കൾ എല്ലാവർക്കും ഒരുമിച്ച് ഈ പാലത്തിൽ കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ കുറച്ച് പുറകിലായിട്ടാണ് നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ട്. മറ്റു പ്രമുഖരായ നേതാക്കൾ, MLA-മാർ, MP-മാരൊക്കെ ഉണ്ട്. രാഹുൽ ഗാന്ധി ഈ താൽക്കാലിക പാലത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ്. താൽക്കാലിക പാലത്തിന് മുകളിൽ എല്ലാവരും കൂടി കയറി നിൽക്കുന്നത് അതിന്റെ സുരക്ഷയ്ക്ക് ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് സൈന്യം പരമാവധി ആളുകളെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്.